അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. സാന്ത്വന നൗഫൽ മഞ്ചേരിയാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വരാനുണ്ടായ കാരണം, 2 ദിവസം മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഒരു വാർത്ത കണ്ടു. ആംബുലൻസുമായി ബന്ധപ്പെട്ടൊരു വാർത്ത. അഥവാ കോഴിക്കോട് ബൈപ്പാസിൽ ആംബുലൻസുകൾ ബ്ലോക്കിൽപ്പെട്ട് 2 രോഗികൾ മരണപ്പെട്ട ഒരു ദാരുണമായൊരു വാർത്ത നമ്മൾ കേട്ടു. അന്നേ ദിവസം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഒരു വെന്റിലേറ്റർ രോഗിയുമായി പോയ ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ഞാനും ആ ബ്ലോക്കിൽപ്പെട്ടൊരു വ്യക്തിയാണ്. ആ ബ്ലോക്കിൽപ്പെട്ടപ്പോൾ നമ്മൾ പല വഴികളും, ആംബുലൻസ് ഡ്രൈവർമാരാകുമ്പോൾ ഏത് വഴികളും തേടി നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഇപ്പോഴുള്ള നിലവിലുള്ള ഹൈവേയിൽ നമ്മൾ കണ്ടൊരു പ്രശ്നം, നമ്മുടെ റോഡിൻ്റെ നടുവിലൂടെ ഒക്കെ ഡിവൈഡർ സംവിധാനം ചെയ്തിട്ടുണ്ട്. അഥവാ ഒരാളുടെ അരക്ക് മുകളിൽ ഹൈറ്റ് വരുന്ന രൂപത്തിലുള്ള ഒരു ഡിവൈഡർ സംവിധാനം ഇപ്പോൾ നിലവിലെ എല്ലാ പുതിയ റോഡിൻ്റെ എല്ലാ നടുക്കും കാണുന്നുണ്ട്. അതിൽ എല്ലാം വെച്ചിട്ടുള്ളത് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു സംവിധാനമാണ്. കോൺക്രീറ്റ് ചെയ്ത ഒരു സാധനമാണ് ഈ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആംബുലൻസ് വരുമ്പോൾ അവിടെ ബ്ലോക്ക് ആകുമ്പോൾ മറുവശം ഫ്രീ ആയി കിടന്നിട്ടും നമുക്ക് വാഹനം ഒന്ന് മറുവശത്തേക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ ഡിവൈഡർ കാരണം ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കഴിഞ്ഞാൽ, അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രയാസപ്പെടുന്ന സമയത്ത് ആംബുലൻസുകൾക്ക് വഴി നമുക്ക് ഒരുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അഥവാ നിലവിൽ നമ്മുടെ റോഡുകളെല്ലാം കോൺക്രീറ്റിൻ്റെ ഭിത്തികളാൽ, റോഡിൻ്റെ നടുഭാഗം മുഴുവൻ കോൺക്രീറ്റിൻ്റെ ഭിത്തികളാൽ വേർതിരിച്ച് വെച്ച ഈ സാഹചര്യത്തിൽ ആ പല ഭാഗങ്ങളിലും നമുക്ക് കോൺക്രീറ്റ് ഭിത്തികൾക്ക് ഇടയിൽ ഇടവിട്ടിട്ടെങ്കിലും നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ഫൈബർ സംവിധാനം, അഥവാ ഫൈബറിൻ്റെ ഒരു ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലത്തെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡറിന് ബദൽ വെക്കുന്ന ഒരു സാധനമാണ് ഈ ഫൈബറിന്. അതുപോലത്തെ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് ആ ഡിവൈഡർ ഒന്ന് മാറ്റിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ മറുവശത്തേക്ക് കടന്ന് രോഗികളെ നമുക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയും. അത് ഞാൻ അന്ന് എനിക്ക് അനുഭവത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ അത്രയും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതിൽ ഫൈബറിൻ്റെ ബദൽ കോൺക്രീറ്റിൻ്റെ സംഗതി വെച്ചത് കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും റോഡിൻ്റെ മറുവശത്തേക്ക് കടക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നാൽ മറുവശമാണെങ്കിലോ വളരെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം കണ്ടു. ആ ബ്ലോക്കിൽ നിന്ന് ഞാൻ വരെ അന്ന് വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് മറുതല എത്തി. ഞാൻ കൊണ്ടുപോയ രോഗി അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. പക്ഷേ എൻ്റെ ബാക്കിൽ വന്ന വാഹനങ്ങളോ അതല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ വന്ന വാഹനങ്ങളിലോ ഉള്ള രോഗികളായിരിക്കാം മരണപ്പെട്ടത്. പക്ഷെ ഈ മരണപ്പെടാനുള്ള കാരണം ഹൈവേ ഇത്രയും സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി നല്ല സൗകര്യത്തോടുകൂടി പോകുമ്പോഴും ഈ ഹൈവേയിൽ ഒരു അപകടം നടക്കുമ്പോൾ വാഹനം മറയുന്നതിൻ്റെ കാരണവശാൽ നമുക്ക് ആ ഭാഗം ബ്ലോക്ക് ആവുന്നു. എന്നാൽ നമുക്ക് മറുവശത്തേക്ക് ചാടിക്കടക്കാനോ മറ്റുള്ളതിനോ ഒരു സംവിധാനം ആ ഹൈവേയിൽ കാണുന്നുമില്ല. അത്തരം സാഹചര്യത്തിൽ ഇതിലേക്ക് വന്ന് കയറിയ വാഹനത്തിന് അവിടെ വന്ന് തിരിച്ച് റിട്ടേൺ പോവുക എന്ന് പറഞ്ഞ കാര്യവും നടക്കുന്നില്ല. ഇതുപോലെയുള്ള പ്രയാസം നമ്മൾ ദൂരീകരിക്കണമെങ്കിൽ നമ്മുടെ പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ, റോഡ് സംവിധാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഇതുപോലെ നമ്മൾ ഡിവൈഡർ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ 1 കിലോമീറ്ററോ 1/2 കിലോമീറ്ററോ ഇടവിട്ടിട്ടെങ്കിലും ഇതുപോലെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഡിവൈഡർ സംവിധാനം ചെയ്താൽ ഇതുപോലുള്ള പ്രത്യേക സാഹചര്യത്തിൽ നമുക്കത് ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികളെ നമുക്ക് രക്ഷപ്പെടുത്താനും കഴിയുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കൊന്ന് എത്തി അതിനൊരു പരിഹാരം കിട്ടിയാൽ ഒരുപാട് ജീവനുകൾ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് നഷ്ടപ്പെടുന്ന ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. അതല്ലാത്ത ആളുകളോട് നമ്മൾ എത്ര പറഞ്ഞാലും, എത്ര നമ്മൾ ഒച്ചട്ട് കരഞ്ഞു പറഞ്ഞാലും അവർക്കാർക്കും അത് മനസ്സിലാവൂല. എന്നാൽ തന്നെ അതിൽ നിന്ന് തന്നെ ചില വാഹനങ്ങൾ നമുക്കൊന്ന് എവിടേക്കെങ്കിലും ഒതുക്കി തന്നാൽ വരെ നമുക്കതിൻ്റെ ഉള്ളിലൂടെ മെല്ലെ കടന്നു പോകാമെങ്കിലും പല വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും
അത് ശ്രദ്ധിക്കാറുമില്ല. അവരും അവരുടേതായ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ അന്ന് കണ്ടു. അപ്പൊ നമ്മുടെ കൂടപ്പിറപ്പാണ് ഈ വാഹനത്തിലുള്ളത്. ഇത് വെറുതെ ഒച്ചുണ്ടാക്കി വരില്ല. ഒരു ജീവന്റെ തുടിപ്പ് ഉള്ളിലുണ്ട്. ആ ജീവന്റെ ഒരു തുടിപ്പിനെ രക്ഷപ്പെടുത്താനുള്ള അലമുറയാണ് ഇത് ഇടുന്നത് എന്ന ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നും നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തി, കാണുന്ന ആംബുലൻസുകൾക്ക് വഴി മാറി കൊടുക്കണമെന്നും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.